പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പുണ്യനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം ദൈവം എന്റെ ജീവിതത്തിൽ ദാനമായി തന്ന ദൈവത്തിന്റെ മഹാസ്നേഹത്തെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തകരെയും അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവരും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി മുഖവരെയൊന്നും പറഞ്ഞ് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം എല്ലാവരും എൻ്റെ കുഞ്ഞുങ്ങളാണ്. പ്രത്യേകിച്ച് അവര് പറഞ്ഞല്ലോ, വാക്കുകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് നമുക്ക് ഒരു വാക്ക് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വിലയേറിയ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇരുവായത്തുള്ള വാളായ ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, സന്ധിമധ്യകളെയും നിലവുകളെയും എല്ലാം തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ വകയാണ് അപ്പച്ച. വചനം അങ്ങയുടേതാണ്, ഞങ്ങളും അങ്ങയുടേതാണ്. പരിശുദ്ധാത്മാവ് വചനത്തെ വ്യാഖ്യാനിച്ച് തരുമാറാകണമേ കർത്താവെ. കേൾക്കുന്ന ജനത്തിന്റെ ഹൃദയങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ, ധൈര്യമായി തീരുവാൻ, പ്രത്യാശയായി തീരുവാൻ, വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയാകുന്ന തരത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. അതിനായി സ്തോത്രത്തോടെ പാദപീഠത്തിങ്കിലേക്ക് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിനായി ഏൽപ്പിക്കുന്നു. മഹത്വം കുഞ്ഞാടിന് അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ പുണ്യനാമത്തിന് സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. ഞാൻ തന്നെ വായിക്കാം. സമയം മുൻപോട്ട് പോകുന്നല്ലോ. വായിക്കാനായിട്ട് സമയം മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തു കഴിയുമ്പോൾ അത്രയും കൂടെ സമയം പോകും. അതുകൊണ്ട് ഞാൻ തന്നെ വായിക്കാം. നമുക്ക് പരിചിതമായ, എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വേദഭാഗമാണ്. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം പ്രസംഗം കേൾക്കാത്തൊരു ചുരുക്കമാണ്. ഇതിനകത്തിരിക്കുന്നവരെല്ലാവരും വിശ്വാസികളാണെന്ന് ഞാൻ ധരിക്കുന്നു. ഈ വാക്യം വായിക്കാത്തവരും ഈ വാക്യം പ്രാർത്ഥനയിൽ ഉരുവിടാത്തവരും ചുരുക്കമാണ്. ഈ വാക്യത്തിൽ നിന്നുള്ള പ്രസംഗങ്ങൾ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. എന്നാൽ ആ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായ നിലയില് ഒരു വാക്യത്തിലൂടെ തന്നെ പലരും സംസാരിച്ചാലും അതിനെ പല നിലകളിലേക്ക് ജനത്തിന്റെ ഹൃദയത്തിന്റെ ആവശ്യം അറിഞ്ഞ് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിന്റെ നിലവാരം അറിയുന്ന പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിലൂടെ സംസാരിക്കാനുള്ള ദൈവത്തിന്റെ ആലോചന അറിയിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പ്രാർത്ഥിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇവിടെ വായിക്കുന്നത് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഇവിടെ 3 പടികളാണ് പറഞ്ഞേക്കുന്നത്. കർത്താവിന്റെ ദാസനായ പൗലോസാണ് റോമാലേഖനം എഴുതി. അതിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകാനൊന്നും ഞാൻ തുനിയുന്നില്ല. പൗലോസാണ് റോമാലേഖനം എഴുതിയത്. റോമയിലെ സഭ സ്ഥാപിച്ചത് പൗലോസ് അല്ല. റോമയിലെ സഭ സ്ഥാപിച്ച് അത് അവിടെ യെരൂശലേമിലൊക്കെ കൂടി വന്ന ദൈവത്തിന്റെ ദാസന്മാർ വചനത്തിലൂടെ വിശ്വസിച്ചതിന് ശേഷം അവര് പലയിടങ്ങളിലേക്ക് ചിതറിപ്പോയി റോമയിൽ പോയി സഭ സ്ഥാപിച്ചു. എന്നാൽ ആ സഭ വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പൗലോസ് അവിടോട്ടൊന്ന് ചെല്ലണമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷെ പൗലോസ് പലവട്ടം പോകാൻ ആഗ്രഹിച്ചെങ്കിലും സാധ്യമായില്ല എന്നുള്ളത് ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം. അതിന്റെ പ്രാരംഭം വായിക്കുമ്പോൾ അറിയാം. പൗലോസ് എന്നാൽ ഞാൻ നിങ്ങളെ വരും കാണുമെന്നൊക്കെ അവർക്ക് വാക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും പൗലോസിന് അവിടെ പോയി അവരുമായിട്ടൊന്ന് കൂട്ടായ്മ ആചരിപ്പാൻ കഴിഞ്ഞില്ല. പൗലോസ് റോമയിൽ പോയത് പക്ഷേ ബന്ധനസ്ഥനായിട്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അന്നേരം അവരോടൊന്നും അവരെ സന്ദർശിക്കുവാനോ അവരോട് വചനം പറയുവാനോ കഴിഞ്ഞില്ല. എങ്കിലും പൗലോസ് അവർക്ക് വളരെ ഉത്തേജനം വരുന്ന മാറ് അവരുടെ കഷ്ടങ്ങളുടെ നടുവിൽ അവർ ഉറപ്പും ധൈര്യമുള്ളവരായി നിൽക്കുവാൻ വേണ്ടി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ വരും, നിങ്ങളെ കാണും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല ഒരു പ്രത്യാശ പറഞ്ഞു കൊടുത്തുകൊണ്ട് എഴുതിയ ഒരു ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. ഇവിടെ വായിക്കുന്നത് കഷ്ടത സഹിഷ്ണുതയും. അപ്പം നാം മനസ്സിലാക്കേണ്ടത് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഈ 3 പടികൾ ചവിട്ടി മുകളിൽ ചെല്ലുമ്പോഴാണ് തേജസ്സിലേക്ക് നാം നയിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കഷ്ടതയിലൂടെ കയറി
അത് പിന്നെ സഹിഷ്ണുതയിലേക്ക് നമ്മളെ നടത്തി. ആ സഹിഷ്ണുത നമ്മളെ സിദ്ധതയിലേക്ക് നടത്തുന്നു. ആ സിദ്ധതയാണ് നമ്മൾ പ്രത്യാശ ഉളവാക്കുന്നത്. സിദ്ധത എന്നുള്ള വാക്കിനെ കുറിച്ച് ഞാൻ പലയിടത്തും ശ്രദ്ധിക്കുകയും പലരോട് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, സിദ്ധത എന്ന് പറഞ്ഞാൽ സ്ഫുടം ചെയ്തത് എന്നാണ് അതിന്റെ അർത്ഥം. കാരണം നമുക്കറിയാം, തീയിൽ ഒരുക്കി അതിന്റെ കീടങ്ങൾ മാറ്റി സ്ഫുടം ചെയ്ത ഒരു വസ്തു ഉണ്ടെങ്കിൽ അതാണ് സിദ്ധതയിലേക്ക് ഉളവാക്കുന്നത്. അപ്പൊ നമ്മുടെ കഷ്ടതയിലൂടെ നമ്മളെ സഹിഷ്ണുത പഠിപ്പിച്ച്, സഹിഷ്ണുതയിലൂടെ നമ്മളെ സിദ്ധരാക്കി, നമ്മളെ സ്ഫുടം ചെയ്തെടുത്ത് നമ്മളെ പ്രത്യാശയുള്ളവരാക്കിയിട്ട് തേജസ്സിലേക്ക് നയിക്കുന്ന ഒരു പ്രക്രിയയാണ് കഷ്ടത എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. കാരണം വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് റോമാസഭ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവത്തിന്റെ ജനത്തിന് മാത്രമേ തേജസ്സിലേക്ക് നടത്തുവാൻ കഴിയുകയുള്ളൂ. റോമാലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, കഷ്ടതയിലൂടെ കഷ്ടതയെക്കുറിച്ച് അനേക വാക്യങ്ങൾ, അനേക പ്രബോധനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പൗലോസിന്റെ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും ഒക്കെ കഷ്ടതയെക്കുറിച്ച് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിപ്പീൻ എന്ന് പത്രോസ് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദകരമാകുന്നു. ഹല്ലേലൂയ. അപ്പം നന്മ ചെയ്തിട്ട് നാം കഷ്ടം സഹിക്കണം, കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടവരാകുന്നു. അത് കർത്താവിനെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ അവനെ അനുഗമിക്കുവാൻ ഒരു നല്ല മാതൃക വെച്ചേച്ചു പോകുക. കർത്താവ് അവന്റെ കാഴ്ചകളെ നാം പിൻപറ്റുവാൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോകുന്ന കർത്താവ്, കഷ്ടങ്ങളിലൂടെ തികഞ്ഞവനായി നമുക്ക് വേണ്ടി കാൽവറിയിൽ കടന്നുപോയ കർത്താവ്, അവന്റെ കാഴ്ചകളെ നാം പിൻപറ്റുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ കഷ്ടതയെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, കഷ്ടത 3 വിധത്തിലുണ്ട്. കഷ്ടതയെ കുറിച്ച് പഠിക്കുമ്പോൾ 3 വിധത്തിലുള്ള കഷ്ടതയെ കുറിച്ച് നമ്മൾ ദൈവവചനത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നു. ഒന്ന് പരീക്ഷ അല്ലെങ്കിൽ പരിശോധന. കഷ്ടതയുടെ ഒരു ഭാഗമാണ് പരിശോധന അല്ലെങ്കിൽ പരീക്ഷ. 2 പ്രലോഭനം. അത് പൈശാചിക ശക്തിയിലൂടെ ദൈവത്തിന് നേരെ കടന്നു വരുന്ന ഒരു പോരാട്ടത്തിന്റെ പേരാണ് പ്രലോഭനം. അടുത്തത് ബാലശിക്ഷ. കഷ്ടതയെ കുറിച്ച് പഠിക്കുന്നത് പരീക്ഷ, പരിശോധന, ബാലശിക്ഷ. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് കഷ്ടതയെ തിരിക്കുവാനായിട്ട് കഴിയും. ഈ പരീക്ഷ എന്ന് പറയുന്നത് പ്രലോഭനമാണ്. നമുക്കറിയാം, സാത്താൻ കർത്താവിനെ പരീക്ഷിക്കുവാൻ അല്ലെങ്കിൽ കർത്താവിനെ പ്രലോഭിപ്പിക്കുവാൻ, കർത്താവ് ഉപവാസം കഴിഞ്ഞപ്പോൾ അവന് ആവശ്യമായിരിക്കുന്നത് ആഹാരമാണ്. ആ ആഹാരത്തിന്റെ വിഷയത്തിൽ തന്നെ കർത്താവിന് പ്രലോഭനം കൊണ്ടിട്ട് കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ പരിശ്രമിച്ചു നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെയും കർത്താവ് ആ പരീക്ഷയെ ജയിച്ചു. അവന്റെ പ്രലോഭനങ്ങളെ കർത്താവ് ജയിച്ചു, അവനെ പരാജയപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. അതിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഇയ്യോബിനെ പരീക്ഷിക്കും. നമുക്കറിയാം, ഇയ്യോബിനെ കഷ്ടതയിലൂടെ കടത്തിവിട്ടു. അപ്പോഴും വളരെ വളരെ നാം ഉദ്ദേശിക്കുന്നതും ചിന്തിക്കുന്നതിന് അപ്പുറമായ നിലയിലുള്ള പരിശോധനയിലൂടെയാണ് ഇയ്യോബ് കടന്നുപോയത്. അപ്പോഴും ഇയ്യോബ് അതിനെ ജയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവനെ പരിശോധിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പൊന്നുപോലെ തന്നെ പുറത്തു വരുവാൻ ദൈവം സഹായിച്ചു. അപ്പൊ യോബിനെയും യേശുവിനെ എല്ലാം പ്രലോഭനങ്ങളിലേക്ക് കടത്തിവിട്ടത് പൈശാചിക ശക്തിയായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ പൂർവ്വമാതാവായ ഹവ്വായെയും പരിശോധന പ്രലോഭിപ്പിക്കുകയായിരുന്നു. പഴം കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ടാണ് അവളെ പാപത്തിലേക്ക് സാത്താൻ തള്ളിവിടുവാൻ ഇടയായിത്തീരുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സാത്താന്റെ പ്രലോഭനങ്ങൾ കടന്നു വരാൻ വളരെ സാധ്യതയുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഒരു പോർക്കളത്തിലാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം പോർക്കളത്തിലാണ്. എപ്പോഴും സാത്താന്യ ശക്തിയോട് പോരാടിക്കൊണ്ടാണ് ഒരു വിശ്വാസി മുൻപോട്ട് പോകുന്നത്. അപ്പോൾ സദാ നമ്മോട് പോരാട്ടമുണ്ട്. അത് നമ്മെ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളിലേക്ക് കടത്തിവിടുവാൻ സാധ്യതയുണ്ട്. ആ പ്രലോഭനങ്ങളുടെ മുമ്പിൽ നമ്മൾ ആരും വീണു പോകാതിരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. നമ്മളെ കൊണ്ടോ നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നും അതിനെ അതിജീവിച്ചു പോകാൻ കഴിയത്തില്ല. കാരണം ഇത് ദുഷ്ടന്റെ ലോകമാണ്. ദുഷ്ടന്റെ അധീനതയിലാണ് ഈ ഭൂമി കിടക്കുന്നത്. ദുഷ്ടനാണ് ഇവിടെ ഭരിക്കുന്നത്. ഇന്ന് അവനെ ലോകത്തിന്റെ പ്രഭു എന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ വസിക്കുമ്പോൾ സദാ നമ്മൾക്കെതിരെ പ്രലോഭനങ്ങൾ കടന്നു വരാൻ സാധ്യതകളുണ്ട്. അത് വാക്കിലൂടെ ആയിരിക്കാം, പ്രവൃത്തിയിലൂടെ ആയിരിക്കാം, ഏത് വിധത്തിലായിരിക്കാം. അത് കുടുംബത്തിൽ നിന്നാകാം, പുറത്തു നിന്നാകാം, അകത്തു നിന്നാകാം, ദേശ
ദേശത്തിൽ നിന്ന് എവിടെ നിന്നും നമുക്കെതിരെ പ്രലോഭനങ്ങൾ സാത്താൻ സദാ കൊണ്ടുവരും. അത് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ അല്ല, സദാ പോരാട്ടമാണ്. സദാ നിമിഷം തോറും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നാം അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ അടുത്തതിനെ അവൻ കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ കൊണ്ടിട്ട് ഏത് വിധേനയും നമ്മുടെ ബിരുദ തെറ്റിക്കുക എന്നുള്ളത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. നാം എങ്ങോട്ട് പോകാൻ ഇറങ്ങി തിരിച്ചു, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് അവൻ അറിയാവുന്നുണ്ട്. ആ ലക്ഷ്യത്തിൽ നമ്മളെ മാറ്റിക്കളയുക എന്നുള്ളതാണ് സാത്താന്റെ ഉദ്ദേശം. അതിനാ പ്രലോഭനങ്ങൾ കൊണ്ടുവന്ന് കർത്താവിനെ പോലും പ്രലോഭനങ്ങളിലേക്ക് അകപ്പെടുത്തി. കർത്താവിന് നമുക്കറിയാം, യഹൂദന്മാരെ കൊണ്ട് അവനെ പ്രലോഭിപ്പിക്കുവാൻ കുടുക്കു ചോദ്യങ്ങൾ ചോദിച്ച് കർത്താവിനെ വാക്കിൽ കൊടുക്കുവാൻ സാത്താൻ പരിശ്രമിച്ച് നമുക്ക് കാണാം. അപ്പൊ സാത്താൻ യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ പോലും പരിശ്രമിച്ച് അവനെ പ്രലോഭനങ്ങളിലേക്ക് കടത്തിവിട്ടു. പക്ഷെ കർത്താവ് അവന്റെ പ്രലോഭനം മുന്നമേ തിരിച്ചറിഞ്ഞിട്ട് അതിന്മേൽ തക്കതായി ഉത്തരം അവരുടെ നാവിനെ മിണ്ടാതാക്കുവാൻ കർത്താവിന് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രലോഭനങ്ങളെ നാം എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്, നാം എങ്ങനെയാണ് അതിനെ അതിജീവിക്കുവാൻ കഴിയുന്നത്? നമ്മുടെ യാതൊരു കഴിവുകൊണ്ടും ഒക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ദൈവവചനത്താലുള്ള ആ ധൈര്യവും അല്ലാതെ നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല, സമയം നമ്മുടെ മുൻപിലില്ലല്ലോ. അടുത്തതായിട്ട് കാണുന്നത് പരിശോധനയാണ്. പരിശോധന നമുക്കറിയാം, അതിന്റെ പരീക്ഷയുടെ മറ്റൊരു ഭാഗമാണ് പരിശോധന എന്ന് പറയുന്നത്. നന്മയാണോ തിന്മയാണോ അല്ലെങ്കിൽ നല്ലതാണോ ചീത്തയാണോ അല്ലോ നമ്മൾ എപ്പോഴും പരിശോധിക്കുന്നവരാ. ഒരു വസ്തു നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ അതിനെ പരിശോധിക്കും, നല്ലതാണോ ചീത്തയാണോ എന്ന് പറഞ്ഞ പോലെ പരിശോധിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതാണ് നമുക്കറിയാം അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത്. അബ്രഹാമിന്റെ വിശ്വാസത്തെ പരിശോധിക്കുവാൻ ദൈവം നടത്തിയ ഒരു പദ്ധതി നമുക്കറിയാം. ഏകജാതനായ തന്റെ മകനെ യാഗം കഴിക്കുവാനായിട്ട് ദൈവം കൽപ്പിക്കുന്നതും അത് അവനെ പരിശോധനയിലൂടെ കടത്തിവിട്ടെങ്കിലും അവൻ അതിൽ വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇയ്യോബിന്റെ പരിശോധനയും. ഇയ്യോബിനെയും പരിശോധിച്ചുവെങ്കിലും ഇയ്യോബും പൊന്നുപോലെ പുറത്തു വരുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് വിശ്വാസത്തിൽ നാം നിലനിൽക്കണമെങ്കിൽ ഹല്ലേലൂയ ഇങ്ങനെ അനവധി പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നതാണ്, നമ്മെ സ്ഥിരപ്പെടുത്തുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്നായ പരിശോധന അത് ദൈവം കൊണ്ടുവരുന്ന പരിശോധനയാണ്, അത് സാത്താൻ കൊണ്ടുവരുന്നതല്ല. സാത്താനല്ല പരിശോധന കൊണ്ടിരുന്നത്. സാത്താൻ കൊണ്ടിരുന്നത് പ്രലോഭനങ്ങളാണ്. എന്നാൽ ദൈവം നമ്മെ പരിശോധിക്കും. എന്തിനാ? നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിന്റെ സ്ഥിരത എത്രമാത്രം ഉണ്ട് എന്നറിയാനായിട്ട് നമ്മുടെ ജീവിതത്തിന് നേരെ പരിശോധനകൾ കൊണ്ടുവരും. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്ന അറിഞ്ഞ്. പരിശോധനയിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ ജനം എങ്ങനെയുണ്ടെന്ന് അറിയുവാൻ അവൻ സ്ഥിരതയോടെ നിൽക്കുന്നോ, അതോ ആ പരിശോധനയുടെ മുൻപിൽ അവൻ വീണു പോകുന്നുണ്ടോ, അവന്റെ വിശ്വാസം എത്രത്തോളം ഉണ്ട്, ആ വിശ്വാസം ക്ഷീണിച്ചു പോകുന്നുണ്ടോ, അതോ അവൻ മടുത്തു പോകുന്നുണ്ടോ, ഏത് നിലയിൽ അവൻ അതിനെ തരണം ചെയ്യുവാൻ കഴിയുന്നു എന്നറിയാനായിട്ട് ദൈവം നമ്മെ പരിശോധനയിലേക്ക് കടത്തിവിടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നാം നിലനിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നമുക്ക് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. കാറ്റും കോളും ഒക്കെ നമ്മുടെ ജീവിതയാത്രയിൽ അടിക്കും. എന്നാൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വചനവും നമ്മെ സ്ഥിരതയോടെ നിലനിർത്തുന്നത് കൊണ്ടാണ് നാം സ്ഥിരമായി നിൽക്കുവാനായിട്ടിടയായി തീർന്നത്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ മറ്റൊരു ഭാഗം 1:12 വായിക്കുന്നത്, ഹല്ലേലൂയ, അവൻ നമ്മെ അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ വിലയേറിയതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മെ തീയുടെ അനുഭവത്തിലൂടെ കർത്താവ് കടത്തിവിടുന്ന എന്തിനു വേണ്ടിയാ പ്രിയ സഹോദരങ്ങളെ? പലപ്പോഴും നാം ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ, നാം കണ്ണുനീരിന്റെയും വേദനയുടെയും നിരാശയുടെയും നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊന്നും മനഃപൂർവ്വമായിട്ടല്ല. നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ നിന്റെ യജമാനൻ നിന്നെ കടത്തിവിടുന്നതായ പരിശോധനകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ സന്തോഷം എന്നെണ്ണിക്കൊണ്ട് അതിന്മേൽ സ്ഥിരതയോടെ നിൽക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. അത് ക്രിസ്തുവിന്റെ നാൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു.
പറയുന്നു, യേശുവിന്റെ പ്രത്യക്ഷതയിൽ അത് പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി ഇടയായി തീരും. ഹല്ലേലൂയ. നമ്മൾക്ക് പുകഴ്ചയ്ക്കും നമ്മുടെ തേജസ്സിനും നമ്മുടെ മാനത്തിനും ഇടയാക്കി തീർക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മെ ശോധന കഴിച്ച് നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്കത് തെളിഞ്ഞു വരുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന അനേക വിഷയങ്ങള് കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, നാം പലപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും. സഹോദരങ്ങളിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, സഭകളിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്നൊക്കെ നാം പീഡനങ്ങളും കഷ്ടങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുമ്പോൾ ഇതൊന്നും മനഃപൂർവ്വമായി വന്ന് സംഭവിക്കുന്നതല്ല. നിന്റെ വിശ്വാസത്തെ പരിശോധിക്കുവാൻ, നിന്നെ സ്ഥിരപ്പെടുത്തുവാൻ, നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നിന്നെ ശുദ്ധീകരണത്തിനായിട്ട് കടത്തിവിടുന്നതാണെന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ കൂട്ടവകാശികളാക്കി കർത്താവ് നമ്മെ തീർത്തിരിക്കുമ്പോൾ കർത്താവിന്റെ അവകാശത്തിനെല്ലാം നമ്മൾ പങ്കാളികളാണ്. എന്നാൽ ആ അവകാശത്തിന് പങ്കാളികളായി തീരുമ്പോൾ തന്നെ അവന്റെ കൂട്ടവകാശിയാക്കിയിരിക്കുമ്പോൾ കർത്താവിന്റെ കഷ്ടങ്ങളിലൂടെ നമ്മൾ പങ്കാളികളായി തീരണം. ഹല്ലേലൂയ. ചുമ്മാതെ വിശ്വാസ ജീവിതത്തെ യാത്രയിൽ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടങ്ങളിലും നാം കർത്താവിന്റെ പങ്കാളികളായി തീരണം. എങ്കിൽ മാത്രമേ കഷ്ടതയിലൂടെ നാം പൊന്നുപോലെ പുറത്തു വരുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. നാം റോമാലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാകുവാൻ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ തേജസ്സിൽ പങ്കാളികളായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? നാം കഷ്ടം അനുഭവിക്കണം. ഹല്ലേലൂയ. അപ്പൊ എല്ലാ അവകാശങ്ങളും നമുക്ക് വേണം, കർത്താവിന്റെ എല്ലാ അനുഗ്രഹവും നമുക്ക് വേണം, വാഗ്ദത്തവും നമുക്ക് വേണം, നന്മയും വേണം. പക്ഷെ കർത്താവിനോട് കഷ്ടം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അവിടം വരുമ്പോൾ നമ്മൾ എല്ലാവരും പ്രയാസം അനുഭവിക്കും. അവിടെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിനെ അതിജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കഷ്ടത മാത്രം വേണ്ട, ബാക്കിയുള്ള എല്ലാ അവകാശവും ഞങ്ങൾക്ക് തന്നേരുന്ന നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരായി തീരണം. ആ കഷ്ടങ്ങളിൽ പങ്കുള്ളവരായി തീർന്നെങ്കിൽ മാത്രമേ തേജസ്സിലും പങ്കാളികളായി തീരുവാൻ കഴിയുകയുള്ളൂ എന്ന റോമാലേഖനത്തിൽ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും ഇങ്ങനെ അനേക കഷ്ടങ്ങൾ കൂടെ ദൈവരാജ്യം കടക്കേണ്ടതുമാകുന്നു. അപ്പൊ ദൈവരാജ്യം കടക്കുവാൻ പ്രിയമുള്ള ദൈവമക്കളെ കുറുക്കു വഴി ഒന്നുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ അനേക കഷ്ടങ്ങൾ കൂടെ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. നമുക്ക് മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ എന്തിനാ ഇറങ്ങി തിരിച്ചത്? ദൈവം നമ്മെ എന്തിനാ വിളിച്ച് വേർതിരിച്ചത്? ഹല്ലേലൂയ. അതിന് ദൈവത്തിനൊരു നമ്മെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, ആ പദ്ധതിയിലേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ ചുമ്മാതൊക്കത്തില്ല. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. എന്താ ക്രൂശ്? ഒരു ക്രൂശ് മരത്തിന്റെ കമ്പ് വെട്ടി ഒരു ക്രൂശ് ഉണ്ടാക്കി ചുമക്കുവാനല്ല ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അവനെ പിൻപറ്റുവാൻ ഒരു നല്ല മാതൃക നമുക്ക് കാണിച്ചു പോയിരിക്കുന്നു. നമ്മുടെ അരുമനാഥന്റെ പാത പിൻപറ്റുവാൻ ഹല്ലേലൂയ തന്നെത്താൻ ത്യജിക്കണം. തന്നെത്താൻ ക്രൂശ് എടുക്കണം. നമ്മുടെ ക്രൂശ് നാം തന്നെ വഹിക്കണം. ആ ക്രൂശ് എനിക്ക് വയ്യ, ബാക്കിയുള്ളതെല്ലാം ആകാമെന്ന് പറഞ്ഞാൽ സാധിക്കത്തില്ല. നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന തേജസ്സിനെ പ്രാപിക്കുവാൻ, ആ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരായി തീരണം. ആ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കണം. പലതരത്തിലുള്ള ക്രൂശ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ദൈവമക്കളെ, പല വിധത്തിലുള്ള ക്രൂശിന്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഈ മിനിസ്ട്രിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അനേക ദൈവമക്കളുടേതായ ചരിത്രങ്ങളും സംഭവങ്ങളും അവർ കടന്നു പോകുന്ന മേഖലകളും ഒക്കെ പലരുടെയും സാക്ഷ്യത്തിലൂടെയും പല വിധത്തിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആകയാൽ പ്രിയ ദൈവമക്കളെ, എന്തിനു വേണ്ടിയാ നീ ഈ കഷ്ടത്തിലൂടെ കടന്നുപോയത്? എന്തിനു വേണ്ടിയാ ദൈവം നിന്നെ പലപ്പോഴും ഒറ്റപ്പെടുത്തിയത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്, ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി നിന്നോട് കൃത്യമായി സംസാരിക്കും. ഹല്ലേലൂയ. ഒരു മരുഭൂമിയുടെ അനുഭവത്തിൽ മാത്രമേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരുഭൂമിയുടെ ഏകാന്തതയിൽ അവിടെ വെള്ളമില്ല, കൂട്ടുകാരില്ല, സഹായത്തിനൊന്നുമില്ല, തണലില്ല. പലപ്പോഴും നീ ഒറ്റപ്പെട്ടു. എന്തുനാ കർത്താവേ എന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നീ പലപ്പോഴും ചോദ്യം ചെയ്തേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയും ദൈവത്തിന് നിന്നോട് ചിലത് സംസാരിക്കുവാനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നോട് ചിലത് അറിയിക്കുവാനുണ്ട്. ചില ദൈവിക രഹസ്യങ്ങളെ, ചില ദൈവിക മർമ്മങ്ങളെ നിന്നെ അറിയിക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഒറ്റപ്പെടുത്തുന്നത്, നിന്നെ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കടത്തിവിടുന്നത്. ദൈവത്തിന്റെ പൈതലെ, ആകയാൽ പതറിപ്പോകല്, ക്ഷീണിച്ചു പോകല്, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ഈ ദിവസങ്ങൾ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കഷ്ടതയില് നാം ഒരിക്കലും മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ദൈവത്തോട്, കർത്താവ് ഇതിന്റെ പിമ്പിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവ ഉദ്ദേശമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ പൈതലെ,
നമ്മെ ഏത് നിലയിലൂടെ ഒരുക്കിയെടുക്കണമെന്ന്, നാം എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ആ പാതയിലേക്ക് നമ്മെ ആക്കുവാൻ വേണ്ടി ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതിയിലൂടെ മാത്രമേ ദൈവം നിന്നെ ഒരുക്കിയെടുക്കത്തുള്ളൂ, ദൈവം നിന്നെ പണിതെടുക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ പണിതെടുക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്കറിയാം സ്വർണം പണിതെടുക്കുന്ന എങ്ങനെയാ, അതിനകത്തെ കീടങ്ങൾ മാറ്റി കളയുവാൻ അതിനെ പലപ്പോഴും ഹല്ലേലൂയ അതിനെ തീച്ചൂളയിലേക്ക് എറിയും. തീച്ചൂളയിട്ട് അതിനെ അവിടുന്ന് എടുത്ത് വെള്ളത്തിൽ മുക്കി അടിക്കും, അവനെ നിരപ്പാക്കുവാൻ വേണ്ടി. പിന്നെയും അവൻ തീച്ചൂളയിലേക്ക് ഇടും. ഊതി 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 അവനെ എത്രത്തോളം അതിനകത്തെ കീടങ്ങൾ നീക്കി അവന്റെ മുഖം ആ സ്വർണത്തിൽ തിളഞ്ഞു വരുന്നത് വരെയും ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവന്റെ മുഖം ആ സ്വർണ്ണ തളികയിൽ തെളിഞ്ഞു വരുന്നവരെയും അവൻ അതിനെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും. എന്തിനാ? കീടമില്ലാതെ പുറത്തു വരുവാൻ. പ്രിയ ദൈവ പൈതലേ, നിന്നെ കടത്തിവിടുന്ന ശോധനകളൊന്നും തിന്മയ്ക്കായിട്ടല്ല, അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. ആകയാൽ നമ്മുടെ കർത്താവ് നമ്മെ പരിശോധനയോടെ കടത്തി വരുന്നത് നാം പൊന്നുപോലെ പുറത്തു വരുവാൻ വേണ്ടിയാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം ബാലശിക്ഷ. ബാലശിക്ഷയിലൂടെ ദൈവം നമ്മെ കടത്തിവിടും. ദൈവം നമ്മെ പരിശോധിക്കും. ദൈവം നമ്മെ ബാലശിക്ഷയിലൂടെ കടത്തിവിടും. ഹല്ലേലൂയ. അവൻ നമ്മെ ഒരിക്കലും തള്ളിക്കളയാൻ വേണ്ടിയിട്ടല്ല. അതിന്റെ ദൈവത്തിന്റെ വചനം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുകയും ചെയ്തു. മതി മതി. ഇവിടെ നമ്മൾ വായിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുവീൻ. ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തുവാ ദൈവം മക്കളെ അവന് മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം? നമുക്കറിയാമോ? എന്തുവാ അവൻ അവിടെ ആ വാക്യത്തിന്റെ അർത്ഥം? അവന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ ക്രൂശിനെ അപമാനം അലക്ഷ്യമാക്കി. പ്രിയമുള്ള ദൈവമക്കളെ, അവന്റെ മുമ്പിൽ അവൻ കണ്ടത് എന്നെയും നിന്നെയുമാ. ഹല്ലേലൂയ. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ആ കഷ്ടം സഹിക്കുമ്പോൾ, ആ കുത്തേൽക്കുമ്പോൾ, ആ ചാട്ടവാറിന്റെ അടിയേൽക്കുമ്പോൾ, ഹല്ലേലൂയ, രോമങ്ങൾ പിഴുതെടുക്കുമ്പോൾ, ആ തുപ്പൽ അവന്റെ മുഖത്തേൽക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, എന്നെയും നിന്നെയും കണ്ടുകൊണ്ട് ആ കർത്താവ് അതെല്ലാം സഹിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചത് സന്തോഷം ഓർത്ത്. എന്തോ സന്തോഷം? എന്റെയും നിന്റെയും വീണ്ടെടുപ്പിനെ ഓർത്തുകൊണ്ട് ഞാൻ ഇന്ന് ഈ കഷ്ടം സഹിച്ച് രക്തം ഊറ്റുന്നതിന്റെ പിമ്പില് 1000 വിശുദ്ധന്മാർ രക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട് ആ ദൈവരാജ്യത്തിന് ഓഹരിക്കാരായി തീരാൻ പോകുന്നു എന്നുള്ള സന്തോഷം ഓർത്ത് നമ്മുടെ കർത്താവ് കഷ്ടം സഹിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ അതിന്റെ താഴെ പറയുന്നത് ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ക്ഷീണിച്ചു പോകാം, മടുത്തു പോകാം, തളർന്നു പോകാം, നിരാശപ്പെട്ടു പോകാം. ഹല്ലേലൂയ. പരിശോധനകളും പരീക്ഷകളും ബാലശിക്ഷകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും നമ്മൾക്ക് പറയാനും പ്രസംഗിക്കാനും ഒക്കെ എളുപ്പമാണ്. ഈ സൂമിലുള്ള പല ദൈവമക്കളും കടന്നു പോയിരിക്കുന്ന സാഹചര്യങ്ങള് വിവരിക്കുവാൻ വാക്ക് പോരാത്ത വിധത്തിലുള്ളതായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ദൈവമക്കൾ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളോട് പറയുവാണ് ദൈവത്തിന്റെ ആലോചന, ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക. ഹല്ലേലൂയ. എന്താ? നമ്മുടെ മുമ്പിൽ ഒരു തേജസ് വെച്ചിട്ടുണ്ട്. കർത്താവ് നമ്മെ കണ്ട് സന്തോഷിച്ചതുപോലെ നമുക്ക് വേണ്ടി കരുതിയിരിക്കും. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാനുള്ള ഒരു പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏത് കഷ്ടത്തിലൂടെ കടന്നുപോയാലും ആ കഷ്ടത നമ്മെ തളർത്തി കളയുവാനല്ല, അത് നമ്മെ മൂക്കി കളയുവാനല്ല, നമ്മെ ആ തേജസ്സിലേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ളതാണെന്ന് അറിഞ്ഞ് അത് സന്തോഷത്തോടെ സഹിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിന്റെ 5-ാം വാക്യം വായിക്കുന്ന മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നാം നമ്മുടെ മക്കളെ ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ മക്കളെ ശിക്ഷിക്കുന്നത്, വഴക്ക് പറയുന്നത് എന്തിനാ? അവർ നന്മയുള്ളവരായി നന്നായി വളരണം, അവർ നന്നായി പഠിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം, നല്ല നിലയിൽ എത്തണം, അവരുടെ സന്തോഷം കാണുവാൻ, അവരുടെ ഭാവി നന്മ കാണുവാനാണ് നാം നമ്മുടെ മക്കളെ ശിക്ഷിക്കുന്നത്. എന്നാൽ ആ ശിക്ഷയും പലപ്പോഴും അവിടെ വായിക്കുന്നത്
ലോകത്തിലുള്ള അപ്പന്മാർ ശിക്ഷിക്കുന്നത് അവർക്ക് ബോധിച്ചവണ്ണമാണ് ശിക്ഷിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ, അവൻ കർത്താവിന് ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയമരെ, കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടൊന്നു പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല. ഹല്ലേലൂയ. എന്നാൽ അവിടെ വായിക്കുന്നത് ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നു. നമ്മുടെ അപ്പൻ നമ്മെ ശിക്ഷിച്ചാൽ നമ്മൾ തിരിച്ച് അപ്പന്മാരെ കൈവയ്ക്കുകയില്ല. അവർ നമ്മളെ ശിക്ഷിക്കുമ്പോൾ അന്നേരം നമുക്ക് മനസ്സിലായി, ഇച്ചിരി കഴിയുമ്പോൾ മനസ്സിലാകും. അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ശിക്ഷിച്ചാൽ അവർക്ക് അന്നേരം നമ്മളോട് ദേഷ്യം തോന്നും, അന്നേരം കരയും. എന്നാൽ കുറച്ച് കഴിയുന്നുണ്ടെ അവരിൽ നിന്ന് മാറിപ്പോകും. പ്രായമായി കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും, ഇടാ അവർക്ക് മക്കളുണ്ടായി അവരവരെ ശിക്ഷിക്കുമ്പോൾ മനസ്സിലാകും, ഇടാ എന്റെ ചെറുപ്പത്തിൽ എന്റെ അപ്പൻ എന്നെ ശിക്ഷിച്ചത് എന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നല്ലോ എന്ന് നമുക്ക് ലോകപ്രകാരമുള്ള ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വായിക്കുന്ന ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നു. ആത്മാക്കൾ പിതാവിന് എത്ര അധികമായി കീഴടങ്ങണം. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു വാക്യം അതിനകത്ത് കൊടുത്തിരിക്കുന്ന, അവൻ ജഡപ്രകാരം ശിക്ഷിച്ച പിതാക്കന്മാർ തങ്ങൾക്ക് ബോധിച്ച വണ്ണമാണ് ശിക്ഷിച്ചത്. ചിലര് പുറത്തങ്ങ് അടിക്കും, വടിയെടുത്ത് അടിക്കും, ചിലര് കൈകൊണ്ട് അങ്ങ് അടിക്കും, കൈ കിട്ടുന്നോങ്ങാണ്ട് അടിക്കും. പക്ഷെ നമ്മുടെ പിതാവ് അങ്ങനെയല്ല ശിക്ഷിക്കുന്നത്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കഷ്ടങ്ങളിൽ നമ്മൾ കടത്തിവിടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവന്റെ വിശുദ്ധി പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മൾ വിശുദ്ധരായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് നാം അവന്റെ വിശുദ്ധി പ്രാപിക്കുവാൻ വേണ്ടി നമ്മെ ബാലശിക്ഷയിലൂടെ കടത്തിവിടുക ദൈവത്തിന്റെ പൈതലേ. അതുകൊണ്ട് നീ അതിനകത്തൊന്നും പിറുപിറുത്തു പോകരുത്, ക്ഷീണിച്ചു പോകല്ലേ. ഹല്ലേലൂയ. ഏത് ശിക്ഷയും സന്തോഷമല്ല, ഏത് ശിക്ഷയും ദുഃഖമാണ്, വേദനയാണ്, പ്രയാസമുളവാക്കുന്നതാണ്. വളരെ വളരെ വേദനാജനകമായ ശിക്ഷയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളുണ്ട്. അതൊന്നും ഹല്ലേലൂയ അതെല്ലാം താൽക്കാലികമാണ്. ഹല്ലേലൂയ. അതെല്ലാം ദുഃഖമാണ് തോന്നിയാലും അതെന്തിനു വേണ്ടിയാ? നിന്നെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി, നീ നന്നായി വരാൻ വേണ്ടി, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ നിന്നെ അവകാശിയാക്കി തീർക്കണമെങ്കിൽ നിന്നെ ഇങ്ങനെ പണിത് ശുദ്ധീകരിച്ചു അടിച്ച് നേരെയാക്കി കൊണ്ടുപോയി നേർ വഴിയിലൂടെ കൊണ്ടുപോയെങ്കിലും നിന്നെ അങ്ങ് എത്തിക്കുവാൻ കഴിയത്തുള്ളൂ. നിന്റെ അപ്പൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നിന്നെ ശിക്ഷിക്കുന്നത്. അല്ലാതെ നീ നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല, നീ മടുത്തു പോകാൻ വേണ്ടിയിട്ടല്ല. അപ്പം എന്തിനു വേണ്ടിയാ ബാലശിക്ഷ? ഒന്ന്, നീ വിശുദ്ധി പ്രാപിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. 2 യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അവൻ അധികം ഫലം കായ്ക്കേണ്ടതിന് അതിനെ വെട്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ചെത്തിവെടിപ്പാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 ബാലശിക്ഷ നിന്നെ വിശുദ്ധിയിലേക്ക് നടത്തുവാൻ, 2 ബാലശിക്ഷ നീ ഫലം കായ്ക്കുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ നിന്നെ ഈ ഭൂമിയിൽ കർത്താവ് തിരഞ്ഞെടുത്തത്? എന്തിനു വേണ്ടിയാ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്ത് ഓരോ സ്ഥാനത്താക്കിയിരിക്കുന്നത്? എന്നും കൊന്നും ജോലി ചെയ്തും മക്കളെ വളർത്തിയും നിന്റെ ഉപജീവനത്തിന് വഴി കണ്ടുപറ്റിയും നീ അങ്ങനെയുള്ള ജീവിതം നയിച്ച് ജീവിതം നഷ്ടപ്പെടുത്തി കളയുവാനല്ല പ്രിയ ദൈവമക്കളെ. നിന്നെ വീണ്ടെടുത്ത് നിനക്ക് വേണ്ടി രക്തം ഊറ്റിത്തന്ന് നിന്നെ രക്ഷിച്ച കർത്താവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നീ അവന്റെ സാക്ഷിയായി നിൽക്കണം. നീ അവന് വേണ്ടി ഫലം കായ്ക്കണം. ഹല്ലേലൂയ. ഫലം കായ്ക്കാത്ത മുന്തിരിവള്ളിയുടെ കൊമ്പുകൾ വെട്ടിക്കളയും. എന്തിനു വേണ്ടിയാ? അത് അടുത്ത വർഷം അധികം ഫലം കായ്ക്കുവാൻ വേണ്ടി വെട്ടിക്കളയും. നിന്നെ ശിക്ഷിക്കുന്നത്, നിന്നെ ചെത്തുന്നത്, നിന്റെ ശിഖരങ്ങൾ ചിലത് വെട്ടിക്കളയുന്നത്. ഹല്ലേലൂയ. നീ അധികം ഫലം കായ്ക്കണം എന്ന് വെച്ചുകൊണ്ട് അതിനകത്ത് നീ പിറുപിറുത്തു പോകല്ലേ. ഹല്ലേലൂയ. മുന്തിരിവള്ളിയെ കൊമ്പുകൾക്ക് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയുകയില്ല. നമ്മൾ വസിക്കുന്ന നമ്മുടെ കർത്താവിലാണ്. അവൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. പ്രൈസ് ദി ലോർഡ്. അവനിൽ വസിക്കുന്ന നമ്മൾ അധികമായി കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ. നീ എത്രമാത്രം ഫലം കായ്ക്കുന്നുണ്ട്? നിന്റെ വിശ്വാസ ജീവിതം ഇറങ്ങി തിരിച്ചിട്ട് 10 വർഷത്തെ പാരമ്പര്യം, 40 വർഷത്തെ പാരമ്പര്യം, 50 വർഷത്തെ പാരമ്പര്യം, 1 വർഷത്തെ പാരമ്പര്യം ഒക്കെ നിനക്ക് പറയുവാൻ കഴിയുമെന്നാൽ നിന്റെ നാഥന് വേണ്ടി ഫലം കായ്ക്കുവാൻ നിനക്ക് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചേ. നിന്നെ പലപ്പോഴും ചെത്തിയില്ലേ? ചെത്തിയപ്പോ നീ വെറുപെടുത്തു പോയില്ലേ? എന്നെ എന്തിനാ ഇങ്ങനെ ചെത്തുന്നത്? എന്നെ എന്തിനാ ഇങ്ങനെ വെട്ടുന്നത്? എന്നെ എന്തിനാ
ഇങ്ങനെ മുറിക്കുന്നത്, പ്രിയ സഹോദരി സഹോദര, നിന്നെ ചെത്തുന്നത് നീ അധികം യജമാനന് ഫലങ്ങളുള്ളവളായി തീരുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ ഈ അന്ത്യകാലത്ത് നാം വന്നെത്തിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നാം ഒരിക്കൽ അവന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. നീ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോൾ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? നീ അവൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ എത്രമാത്രം ഫലം കായ്ച്ചു? ഹല്ലേലൂയ. നിന്റെ അടുത്തുള്ളവരോട്, നിന്റെ സ്നേഹിതരോട്, നിന്റെ കൂടപ്പിറപ്പുകളോട്, നീ സഹവസിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് കർത്താവ് ഇന്ന് ഭൂമിയിൽ നിന്റെ കൈയും കാലും നിന്റെ നാവും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശുവിന് നീ ഭൂമിയിൽ കയ്യില്ല, കാലില്ല, നാവില്ല. നിന്റെ നാവിനെ ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ കരത്തെ ഉപയോഗിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്റെ കരത്തെ, നിന്റെ നാവിനെയും, നിന്റെ ബുദ്ധിമണ്ഡലങ്ങളെയും, നിന്റെ ശബ്ദത്തെയും, നിന്റെ സമ്പത്തിനെയും, നിനക്കുള്ളതിനെ സകലത്തെയും കർത്താവിന് വേണ്ടി വേർതിരിച്ച് കൊടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുക. ദൈവം സമ്പത്തുള്ളവൻ സമ്പത്ത് കൊടുത്ത് ആത്മാക്കളെ നേടട്ടെ. പ്രാർത്ഥിപ്പാൻ കഴിവുള്ളവർ ആത്മഭാരത്തോടെ ദൈവസ്ഥയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ കഴിവുള്ളവർ പോയി പ്രസംഗിക്കട്ടെ. സുവിശേഷം വാരി വിതയ്ക്കട്ടെ. കാലമാസന്നമായി, വാതിൽ അടയാറായി. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ത്യയുടെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടും കണ്ടുപിരിക്കുകയാണല്ലോ. എത്രത്തോളം ഭീകരമായ അനുഭവത്തിലൂടെ അനേക ദൈവമക്കൾ കടന്നു പോകുന്നു എന്നുള്ളത് നമ്മളെല്ലാം പല മാധ്യമങ്ങളുടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതിനേക്കാളൊക്കെ നിങ്ങളെക്കാളൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മിനിസ്ട്രിയുടെ ഒരു മെമ്പറായി കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ സമർപ്പിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഓരോ ദിവസവും നടക്കുന്ന വിഷയങ്ങൾ അന്നേരമുള്ള പ്രാർത്ഥനാ അപ്ഡേറ്റുകളിൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം തീവ്രമായ അനുഭവത്തിൽ കൂടെയാണ് ദൈവമക്കൾ കടന്നു പോകുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ എസ്തേറിനോട് പറഞ്ഞ പോലെ നീ ഇപ്പോൾ രാജസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് നിനക്ക് രക്ഷ ഉണ്ടാകുമെന്ന് നീ കരുതണ്ട. ഹല്ലേലൂയ. നീ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ ഹല്ലേലൂയ യഹൂദന് രക്ഷ ഉണ്ടാകും. നീയും നിന്റെ പ്രതിഭവനും നശിച്ചു പോകും. നിങ്ങളിപ്പോൾ അവിടെ ഇവിടെയും ആയിരിക്കുന്നുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതരുത് ദൈവമക്കളെ. നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മയുടെ ഓഹരിയും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്തിന്റെ ഓഹരി കർത്താവിന് വേണ്ടി ചെലവഴിക്കുക. അത് തടവുകാരെന്ന് വെച്ച് തടവുകാരോടും നീ ശരീരത്തിൽ ഇരിക്കുന്നവനാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവനെ ഓർത്തുകൊള്ളുവീനെന്ന് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ജയിലറയിലായിരിക്കുന്ന സഹോദരങ്ങളെ ഒരു ശവം വീണാൽ പോലും അടക്കുവാൻ കഴിയത്തില്ല. മിനിഞ്ഞാന്നൊരു ശവം, ഒരപ്പന്റെ ശവം വീണിട്ട് 24 മണിക്കൂർ വെച്ചാ വിലപേശിയത്. ഹല്ലേലൂയ. 24 മണിക്കൂർ ആ കുടുംബം കടന്നുപോയ തീക്ഷ്ണമായ അനുഭവം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ശവം വീണോ മരിച്ചാളിന്റെ ദുഃഖം ആ ഭവനം പേറുമ്പോൾ അതിന് പുറത്ത് മറ്റൊരു ദുഃഖം കൂടെ, അത് അടക്കിയൊന്ന് സ്വസ്ഥമാകുവാൻ കഴിയാത്ത വിധത്തില് അതിനെ അടക്കിക്കുവാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. എത്ര ഭീകരമായ അനുഭവത്തിലൂടെ ദൈവമക്കൾ കടന്നു പോകുന്നു. ആകയാൽ ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് വേണ്ടി നമ്മൾക്ക് അവരുടെ കഷ്ടങ്ങളിൽ പങ്കാളികളായി തീരുവാൻ കഴിയുന്നില്ല എങ്കിലും പ്രാർത്ഥനയുടെ കരങ്ങൾ അവരെ വഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മയുടെ ഓഹരി അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. അതാ കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നീ ഫലം കായ്ക്കേണ്ടത്. ഞാൻ സ്വസ്ഥമായിരിക്കുന്നു, എന്റെ കുടുംബം സ്വസ്ഥമായിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ അഭിഷേകം പ്രാപിച്ചു, കർത്താവ് വരാറായി, ഞാൻ അങ്ങ് പോകാൻ റെഡിയായിരിക്കുക. നിന്റെ സഹോദരങ്ങൾ, നിന്റെ ചുറ്റുപാടുകൾ ആയിരങ്ങൾ പാപത്തിൽ നശിക്കുമ്പോൾ നിന്നോട് കർത്താവ് ചോദിക്കുന്ന ഒരു നിമിഷമുണ്ട്. അല്ലെങ്കിൽ നീ എത്ര പേരോട് സുവിശേഷം പറഞ്ഞു, എത്ര പേർക്ക് ട്രാക്ട് കൊടുത്തു, എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ, എത്ര പേർക്ക് നിന്റെ നന്മയുടെ ഓഹരി പങ്കുവെച്ചു എന്ന് നിന്നോട് ചോദിക്കുമ്പോൾ നിന്റെ കരം ബലപ്പെട്ടിരിക്കുവാൻ നീ അവിടെ ലജ്ജിച്ചു പോകാതെ ഹല്ലേലൂയ ധൈര്യത്തോടെ നിൽക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നെ ചെത്തി വെടിപ്പാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഫലം കായ്ക്കുവാനായിട്ട് തയ്യാറാകണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് നാം വായിക്കുന്നത് ഹല്ലേലൂയ അവന് സുബോധത്തോടും നീതിയോട് യേശു ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അതിന്റെ ആ എബ്രായ ലേഖനത്തിലുമുണ്ട്, യോഹന്നാന്റെ പുസ്തകത്തിലും നമ്മൾ വായിച്ചല്ലോ, വിശുദ്ധിക്ക് വേണ്ടി ഫലം കായ്ക്കുന്നതിന് വേണ്ടി. അടുത്തതായിട്ട് വായിക്കുന്നത് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ ബാലശിക്ഷ കഴിക്കുന്നതെന്ന്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നീ അവിടെ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അവൻ നമ്മെ ശിക്ഷിച്ചു വളർത്തുകയാണെന്ന് അവിടെ വായിക്കുന്നത്. നമ്മെ എന്തിനു വേണ്ടിയാ ശിക്ഷിച്ചു വളർത്തുന്നത്? നാം സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കേണ്ടതിന് അവൻ നമ്മെ ശിക്ഷിച്ചു വളർത്തുകയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ബാലശിക്ഷ എന്തിനു വേണ്ടിയിട്ടാ? നാം സുബോധത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടി.
എന്തിനു വേണ്ടിയിട്ടാണ്? നാം ഭക്തിയോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ടാണ്? നാം നീതിയോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടി. അപ്പൊ നാം നീതിയുള്ളവരായി, സുബോധമുള്ളവരായി, ഭക്തിയുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ശിക്ഷ വേണം. ശിക്ഷയിൽ കൂടെ മാത്രമേ നിന്നെ ഗുണീകരിച്ച് നേർവഴിയിലൂടെ നടത്തുവാൻ കഴിയുകയുള്ളൂ. അതിനാണ് ബാലശിക്ഷ കഴിക്കുന്നത്. അപ്പൊ ബാലശിക്ഷ കൊണ്ട് നാം ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, വിശുദ്ധി പ്രാപിക്കുവാൻ. രണ്ട്, നാം ഫലം കായ്ക്കുവാൻ. മൂന്ന്, നാം സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരുവാൻ വേണ്ടി. അടുത്തത് കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ 32-ാം വാക്യത്തിൽ വായിക്കുന്നത് ഞാൻ എടുപ്പിക്കുന്നില്ല. അത് നമ്മൾ എല്ലാവരും കർത്തൃമേശയ്ക്ക് വായിക്കുന്ന ഭാഗമാണ്. നീ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് അവൻ നിന്നെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നത് എന്താ? മേശയിൽ പങ്കുകൊള്ളുന്ന ഒരു വ്യക്തി തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും. അതല്ലാതെ നീ അതിൽ പങ്കാളിയായി തീർന്നാൽ നിന്നെ ബാലശിക്ഷ കഴിക്കും. എന്തിനു വേണ്ടിയാ? ലോകത്തോടുകൂടെ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ചിലര് രോഗികളായി തീരും. അവിടെ വായിക്കുന്നുണ്ട്, ചിലർ രോഗികളായി തീരും, ചിലർ നിദ്ര കൊള്ളും. മരിച്ചുപോയ സംഭവങ്ങളുണ്ട്. കർത്തൃമേശ അവലക്ഷണമായി ഉപയോഗിച്ച് മരിച്ചുപോയ സംഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. രോഗികളായി തീർന്നവരുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നീ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നിന്നെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഹല്ലേലൂയ. അപ്പൊ കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന നമ്മൾ വിശുദ്ധിയോടും വിശ്വസ്തയോടും ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നമ്മയോട് കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് അതിൽ പങ്കാളികളായി തീരുവാനാണ് ദൈവം നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. അപ്പം ബാലശിക്ഷ എന്തോനൊക്കെയാണ്? പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞാൽ സാത്താൻ നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങള്. ഹല്ലേലൂയ. അവൻ നമ്മെ വാക്കിൽ കുടുക്കി കളയുവാൻ, നമ്മളെ നിരാശപ്പെടുത്തി കളയാൻ, നമ്മെ ഭയപ്പെടുത്തി. സാത്താന്റെ ആയുധങ്ങൾ പ്രധാനപ്പെട്ട 3 ആയുധമാണ്: നിരാശ, സംശയം, ഭയം. ഇത് 3 അവൻ നമ്മുടെ ജീവിതത്തിൽ നേരെ കൊണ്ടിട്ട് ഇതിന് 3 വിശ്വാസികൾ പലപ്പോഴും അടിമപ്പെട്ടു പോകും. ഭയമില്ലാത്ത വിശ്വാസികളെ ഇല്ല. പക്ഷെ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത് കർത്താവിന്റെ വചനത്തിൽ നാം ധൈര്യമുള്ളവരായി തീരണം. നിന്നെ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുതെന്ന്. അപ്പൊ ധൈര്യത്തിന് പ്രതിഫലമുണ്ടെങ്കിൽ ഭയത്തിന് ശിക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെട്ടു പോകാനുള്ളവരല്ല ദൈവമക്കൾ, ധൈര്യത്തോടെ നിൽക്കുവാൻ വേണ്ടിയുള്ളവരാണ്. കർത്താവ് അതിനാണ് നമ്മെ വിളിച്ച് വേർതിരിച്ചത്. ഹല്ലേലൂയ. ആകയാൽ ദൈവസന്നിധിയിൽ നാം സുബോധത്തോടും ഭക്തിയോടും നീതിയോടും കൂടി ഈ ലോകത്ത് ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശോധന ചെയ്യുന്നു, നമ്മെ ബാലശിക്ഷയിലൂടെ കടത്തിവിടുന്നു. നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ നമ്മെ ബാലശിക്ഷ നടത്തി കർത്താവ് നമ്മെ പണിത് ശുദ്ധീകരിച്ച് അവന്റെ തേജസ്സിലേക്ക് നമ്മളെ നയിക്കുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ആ തേജസ്സിലേക്ക് നയിക്കുവാൻ, പരിശോധനകൾ നമ്മെ സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി, നാം കൊള്ളാകുന്നവരാകുവാൻ വേണ്ടി, നാം ദൈവ തേജസ്സിലേക്ക് നടത്തപ്പെടുവാൻ വേണ്ടി, ബാലശിക്ഷ നമ്മെ വിശുദ്ധിയെ നിലനിർത്തുവാൻ വേണ്ടി, നാം ഫലം കായ്ക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. ഇതൊക്കെ താൽക്കാലികമാണ്. ഈ ശിക്ഷയെല്ലാം താൽക്കാലികമാണ്. നിത്യമായതൊന്ന് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിത്യമായതൊന്ന് കർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ആകെ ആ നിത്യതയിലേക്ക് കടന്നു ചെല്ലുവാൻ സമയം മുൻപോട്ട് പോയെങ്കിൽ പറയണമേ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാം പ്രത്യാശയോടെ, വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ കർത്താവിന് വേണ്ടി അധികം ഫലം കായ്ക്കുവാൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമുക്ക് സഹായിക്കുമാറാകണമേ. ആകട്ടെ. ഹാലിൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ ജനമേ, പരിശോധനയിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ ജനമേ, നീ ബാലശിക്ഷയിലൂടെ കടന്നു പോകുന്നെങ്കിൽ നിന്റെ പിതാവ് ബാലശിക്ഷ കഴിക്കുന്നത് നീ നന്നായി വരുവാൻ വേണ്ടിയാ. നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയിലേക്ക് നിന്നെ എത്തിക്കുവാൻ വേണ്ടിയാ. നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തേജസ്സിലേക്ക് നിന്നെ നടത്താൻ വേണ്ടിയാ. ഹല്ലേലൂയ. ആകയാൽ ക്ഷീണിച്ചു പോകലേ, മടുത്തു പോകലേ. ബാലശിക്ഷകളെ സന്തോഷത്തോടെ സഹിക്കുവാനുള്ള കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ചെടുത്തുകൊണ്ട് വചനത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായി നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം തിരുവചനം കേട്ട ഓരോ ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ഹല്ലേലൂയ. എന്റെ കർത്താവ് നിന്നെ ബാലശിക്ഷ കഴിക്കുന്നത് നീ നന്നാകാനും നീ നേർവഴിയിലൂടെ നടക്കുവാൻ വേണ്ടിയാണ്, നിന്നെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ആ കർത്താവ് വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും വിശുദ്ധരായിരിക്കണമെന്നാണ് നമ്മുടെ പിതാവ് ആഗ്രഹിക്കുന്നത്. പിതാവിന്റെ സ്വഭാവം മക്കൾക്കുണ്ടായിരിക്കണം. പിതാവ് വിശുദ്ധനാണെങ്കിൽ മക്കളും വിശുദ്ധരായിരിക്കണം. പിതാവ് സത്യവാനാണെങ്കിൽ മക്കളും സത്യമുള്ളവരായിരിക്കണം. അത് പിതാവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് നീ തെറ്റി മാറി പോകുമ്പോൾ നിന്നെ ശിക്ഷിച്ച് ആ തെറ്റിനെ മാറ്റി നിന്നെ ശുദ്ധീകരിച്ച് വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നിന്റെ പിതാവ് നിന്നെ ശിക്ഷിക്കുന്നത്. ആകയാൽ ആ ശിക്ഷയെല്ലാം അതെല്ലാം താൽക്കാലികം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിത്യമായ തേജസ്സിലേക്ക് നടത്തപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് പകൽക്കാലം ഇടയാക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്, ഹല്ലേലൂയ. എന്നുള്ള ശോധന നൽകുന്ന വേദന, എന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ, വിശ്വസിച്ചാശ്വസിച്ചാനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥനേശു എന്തനോ അന്യനായി പൂവിലെന്നാൾ, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യനായി പൂവിലെന്നാൾ, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. അടുത്ത വരികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അറിയാവുന്നവർ ചേർന്ന് പാടണമേ. കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്യുന്നതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ വ്യക്തമായി യുക്തമായി കരുതൽ, ഹല്ലേലൂയ, കരുതൽ, കൃപയും കരുതൽ നാം അറിയും. പ്രൈസ് ദി ലോർഡ്. കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ഇന്ന് നാം സഹിക്കുന്ന കഷ്ടങ്ങൾ, ഹല്ലേലൂയ, ഇന്ന് നാം സഹിക്കുന്ന പരിശോധനകളെ, ഹല്ലേലൂയ, അതിന്റെ എല്ലാം പ്രതിഫലം നമുക്ക് നിത്യതയിൽ കാണുവാനായിട്ട് കഴിയും. പാട്ടുകാരൻ അതാ പറയുന്നത്, ഹല്ലേലൂയ. കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ വ്യക്തമായി യുക്തമായി കൃപയും കരുതൽ അറിയും ഞാൻ, വ്യക്തമായി യുക്തമായി കൃപയും കരുതൽ അറിയും ഞാൻ. അനാദിനാഥനേശു എന്തനോ അന്യയായി പൂവിലെന്നാൾ, ധന്യയായി ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യയായി പൂവിലെന്നാൾ, ധന്യയായി ഞാൻ ക്രിസ്തുവിൽ സദാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ അരുമനാഥൻ വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ആ തേജസ്സവനോടുകൂടെ വെളിപ്പെടുവാൻ ഈ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് പ്രത്യാശ നാടിനെ ഓർത്തുകൊണ്ട് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരായി തീരുവാൻ, ക്ഷീണിച്ച് മടുത്തു പോകാതെ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നമ്മുടെ കർത്താവിനെ പിൻപറ്റുവാൻ, അവനെ ധ്യാനിക്കുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവന്റെ കാഴ്ചകളെ പിൻപറ്റുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. സാത്താന്റെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിപ്പോകാതെ, ഹല്ലേലൂയ, അവൻ നമ്മെ പ്രലോഭിപ്പിക്കുവാൻ പലവിധ തന്ത്രങ്ങളും ഉപായങ്ങളുമായി നമ്മുടെ ജീവിതത്തിൽ നേരെ കടന്നു വരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരണത്തിനായി പിടിച്ചടക്കി, ഹല്ലേലൂയ, അപ്പൊ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരണത്തിനായി പിടിച്ചടക്കി അതിന്മേൽ ജയം പ്രാപിക്കണം. ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ച് മരിപ്പിക്കണം. മരിക്കേണ്ടത് മരിച്ചെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, യേശു നിന്നിലൂടെ ജീവിക്കത്തുള്ളൂ. നീ മരിച്ചെങ്കിലേ യേശു നിന്നിലൂടെ ജീവിക്കത്തുള്ളൂ. നീ, ഹല്ലേലൂയ, കുറഞ്ഞെങ്കിലേ യോഹന്നാൻ പറഞ്ഞുള്ളൂ യേശു നിന്നിലൂടെ വളരത്തുള്ളൂ. സഹോദരി സഹോദരന്മാരെ, ഹല്ലേലൂയ, നമ്മൾ വളരുവാൻ ആഗ്രഹിച്ചാൽ ഒക്കത്തില്ല. യേശു നമ്മളിലൂടെ വളരണം. അതാ നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കും. നാം ലോകത്തിന് മുമ്പിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ, ക്രിസ്തുവിന്റെ പത്രങ്ങളായി നിൽക്കുവാൻ, നമ്മിലൂടെ കർത്താവിനെ മറ്റുള്ളവർ കാണുവാൻ, ഹല്ലേലൂയ, നമ്മെ തന്നെ ദൈവസ്ഥനിൽ ഒരുക്കമുള്ളവരായി സമർപ്പണമുള്ളവരായി ദിനേന മരിക്കുവാൻ, ഹല്ലേലൂയ, നമ്മുടെ നാവിനെ മരിപ്പിക്കുവാൻ, നമ്മുടെ ചിന്തയെ മരിപ്പിക്കുവാൻ, നമ്മുടെ വിചാരങ്ങളെ മരിപ്പിക്കുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളെ കർത്താവിന്റെ ക്രൂശിനോട് ചേർത്ത് മരിപ്പിച്ചുകൊണ്ട് ഒരു ജയജീവിതം ചെയ്ത് നിത്യത പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്ന എനിക്ക് സമയം അനുവദിച്ച പ്രിയപ്പെട്ടവരുടെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.